ഇങ്ങനെ കാലിയായി കിടക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇന്നലെ ഇവിടെ എന്തെല്ലാം മേളായിരുന്നു. ഒരു ഉത്സവം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാണ് ഈ ആറന്മുള കിടക്കുന്നത്. പക്ഷെ ഇവിടെ എന്നും ഉത്സവമാണെന്നേ ഉള്ളൂ. നമ്മളിതാ നടന്ന് സ്ട്രീറ്റിലേക്ക് എത്തിയിരിക്കുന്നു, ആറന്മുളിലെ ഫ്രഷ് വാട്ടറിലേക്ക്. ഇവിടെ നിന്നാണ് നമ്മൾ ആ ഒരു സ്വാമിയുടെ സ്ഥലം കാണാൻ പോകുന്നത്. അതായത് കാട്ടിൻ്റെ ഉള്ളിലുള്ള ആൽമര സ്വാമി. ഇവിടെയുള്ള ഒരു സ്വാമി നല്ല കൂടുതലും ബാബ എന്നാണ് പറയുന്നത്. അപ്പം ആറന്മുൾ ബാബയെ കാണാനുള്ള യാത്ര ഇവിടുന്ന് നമ്മൾ വഴി കണ്ടുപിടിച്ച് പോകാൻ പോവാണ്. ഇതാണ് സ്വീറ്റ് ലേക്ക്. ഈ സ്വീറ്റ് ലേക്കിൻ്റെ അടുത്തുനിന്ന് ഒരു ഉൾവഴിയുണ്ട്. അതിലൂടെ പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞ ആൽമര ബാബ. ആ സ്ഥലത്തിൻ്റെ പേര് ബനിയൻ ട്രീ എന്നാണ്. കാട്ടിൻ്റെ ഉള്ളിലൊരു ആൽമരമാണ്. ആ ആൽമരത്തിൽ പല കാലഘട്ടങ്ങളിൽ പല സന്യാസിമാരിരിക്കും. അവിടെ ഈ ഹിപ്പികളായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് പൂജയും യോഗയും ഇങ്ങനെ പല ആക്ടിവിറ്റികളും ചെയ്യും. ഇതൊക്കെ പൊതുവെ ഹിഡൻ ആണ്. നോർമൽ ആൾക്കാരൊന്നും അങ്ങോട്ട് ഇതൊക്കെ ഇല്ല. അവർക്ക് സീക്രട്ട് സൈനുകളും ഉണ്ട്. അപ്പോൾ ചെറിയ ചില സൈനുകളൊക്കെ കണ്ടിട്ട് ഞങ്ങളും അതിനെ പിന്തുടർന്ന് ഇങ്ങനെ പോവുകയാണ്. ഇതാ ഇവിടെ ഒരു കല്ലിൽ കൊത്തിയ ഒരു ബുദ്ധനെ പോലത്തെ ഒരു സംഭവം കാണാം. അതൊരു ചെറിയ സൈനാണ്, പക്ഷെ സ്ഥലത്തേക്കുള്ള സൈനാണോ എന്ന് അറിയില്ല. ഞങ്ങളിതാ മുന്നോട്ട് പോയപ്പോൾ ഒരു കാട്ടുചോല കാണുന്നുണ്ട്. കാട്ടുചോലയുടെ ഓരം പറ്റി തന്നെയാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഞങ്ങൾ കൂടുതൽ ഉൾക്കാടിലേക്ക് പോകുന്തോറും ചോല കൂടുതൽ കാണുന്നുണ്ട്. അതുപോലെ സൈൻ ബോർഡുകൾ പല സ്ഥലത്തും ഉണ്ട്. നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടില്ലേ കാവി കളർ അടിച്ചേക്കുന്നത്. അതായത് ഈ ബാബമാരുടെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അവരുടെ ഗുഹകൾ അല്ലെങ്കിൽ അവരുടെ ആൽമരങ്ങൾ അവരുടെ സ്പേസുകൾ അങ്ങോട്ട് പോകുന്നിടത്തെല്ലാം ഇങ്ങനത്തെ ചെറിയ സിഗ്നലുകൾ കാണാം. ഹിമാലയത്തിലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പല സ്ഥലങ്ങളിലും ബാബമാരിരിക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു ഗോവൻ ബാബയെ കാണാനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, നമ്മൾ എത്തിയിരിക്കുന്നു. ആറന്മുൾ ബാബയുടെ അടുത്ത് എത്തിയിരിക്കുന്നു. നമ്മൾ ബാബേനെ കാണാൻ പറ്റുന്നില്ല. ഒരു പട്ടിയും പിന്നെ ഒരു സായിപ്പും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വീഡിയോ എടുക്കുന്നത് വളരെ ആൾക്കൊരു താല്പര്യമില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. പക്ഷെ ഇവിടേക്ക് വരാനുണ്ടായ ഒരു കാരണം, ഈ ഒരു സ്ഥലം എങ്ങനെയാണെന്നുള്ളതിൻ്റെ ചില ഗൂഗിൾ ഇമേജസ് ഞാനിവിടെ കാണിക്കാം.
ഈ സ്ഥലത്ത് പല കാലഘട്ടങ്ങളിൽ പല ബാബമാരും ഇവിടെ താമസിച്ചിട്ടുണ്ട്. അതിൽ അവസാനം നിന്നൊരു ബാബ ഭയങ്കര ഒരു ഡ്രഗ് ലോഡോ അങ്ങനെ എന്തോ ഇഷ്യൂവിൽ ജയിലിലാണ്. പക്ഷെ വേറെ ചില ബാബകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്ന് മുന്നോട്ട് പോയ ചില മാംഗോ ട്രീ ബാബ എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ ബാബകളും ഹിപ്പികളും ജീവിക്കുന്ന സീക്രട്ട് പ്ലേസുകളാണ് ഇതൊക്കെ. എന്തായാലും കുറച്ചു നേരം അവിടെ ഇരുന്ന് ഞങ്ങളൊരു ദക്ഷിണം വെച്ചിട്ട് തിരിച്ചു വന്നു. ഇന്നത്തെ ദിവസമെല്ലാം ആരംഭമുള്ള ഒരു ദിവസമായിട്ട് നമ്മളിനി റൂമിലേക്ക് പോവാണ്. നേരം സന്ധ്യയായി. ഞങ്ങൾ ലോകപ്രശസ്തമായ ആരംബോൾ സൺസെറ്റ് കാണാൻ പോവുകയാണ്. ആരംബോൾ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഹിപ്പികളുടെ ഒരു വലിയ ഗ്യാതറിങ്ങും ഉത്സവവും കൂടിയാണ്. ഗോവയിൽ നമ്മൾ ഇത്രയും ദിവസത്തെ യാത്രയിൽ തിരക്കുള്ള ഒരു ബീച്ച് കാണുന്നതും ഇന്ന് തന്നെയാണ്. ദൂരെ അതാ ഗോവൻ കോസ്റ്റ് ഗാർഡിൻ്റെ വണ്ടി വരുന്നുണ്ട്. അതായത് അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞപ്പോൾ ആരും ബീച്ചിൽ കുളിക്കരുതെന്നൊക്കെ അനൗൺസ് ചെയ്തിട്ട് പോവാണ്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് ഇവരുടെ കോസ്റ്റ് ഗാർഡിൻ്റെ ജീപ്പൊക്കെ റെഡ് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ബീച്ചിലേക്ക് പോകുന്നത്. ഈ ആരംഭമുള്ളൊരു പ്രധാന സംഭവമാണ് ഡ്രം സർക്കിൾ എന്ന് പറയും. അത് ഹിപ്പീസിൻ്റെ ഒരു പ്രോഗ്രാമും കൂടിയാണ്. പല രാജ്യത്തും ഉണ്ട്. അതായത് കുറച്ച് പേരിരുന്ന് ഡ്രം വായിക്കും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അതിലേക്ക് വന്ന് ജോയിൻ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ഡാൻസ് കളിക്കാം. ഇതൊരു ഫ്രീ പ്രോഗ്രാമാണ്.
എന്തായാലും ഹിപ്പികളുടെ ഒരു വലിയ ഡ്രം സർക്കിളോട് കൂടി നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളെ ഗോവൻ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ഈ ചെറിയൊരു ഗോവൻ യാത്ര ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.